ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ. ആർദ്ര മിസ് ആണ്. യെസ്, നിങ്ങൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന 100% ഷോർട്ട് MCQ ഫ്രം ജോഗ്രഫിയോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ജോഗ്രഫിയിൽ എല്ലാ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്, MCQs. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് അല്ലേ. ഇത് നമുക്കറിയാം, ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 1 മാർക്കിനാണ്. ഒന്നിക്ക് മാപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ MCQ ആയിരിക്കാം. സോ നമുക്കൊരു MCQ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് റിസോഴ്സസ് അയൺ? ഒരുപാട് വർഷം മുന്നേ ചോദിച്ചതാണ് ആൻഡ് ഇത് ഔട്ടാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടൊക്കെ യെസ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, നോൺ റിന്യൂവബിൾ ആണ്. ഓക്കെ, സെയിം സാധനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ടോപ്പിക് നമ്മൾ മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതും പഠിച്ചു വെക്കാം അല്ലേ. ഓക്കെ, എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെയിൻ കോസ് ഓഫ് ലാൻഡ് ഡീഗ്രഡേഷൻ ഇൻ പഞ്ചാബ്? ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2016 മാത്രമല്ല, റിപ്പീറ്റഡ് ആയിട്ട് 2020, 2021 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം. യെസ്, എന്തായിരുന്നു? പഞ്ചാബില് ഓവർ ഗ്രേസിംഗ് അല്ല. യെസ്, അപ്പോൾ നിങ്ങൾ ആൻസർ ഇവിടെ കൊടുത്തോണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് ഓവർ ഗ്രേസിംഗ് ആണെന്ന് വിചാരിക്കും. ഓവർ ഗ്രേസിംഗ് അല്ല, ഓവർ ഇറിഗേഷൻ ആണ്. ഓക്കെ, യെസ്. ആൻഡ് അടുത്തത്, ഇൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഇസ് ടെറസ് കൾട്ടിവേഷൻ പ്രാക്ടീസ്ഡ്? എവിടെയാണ്? ഓപ്ഷൻ സിയിൽ പറയുന്നുണ്ട് ഹരിയാനയിലാണെന്ന്. ബട്ട് ഹരിയാനയിലല്ല, എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അതേപോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് റിസോഴ്സസ് അയൺ ഓർ? ഓക്കെ, അയൺ ഓർ എന്ന് പറയുന്നത് യെസ് എന്താണ്, നോൺ റിന്യൂവബിൾ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, യെസ്. ആൻഡ് അടുത്തത്, യെസ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ റിന്യൂവബിൾ റിസോഴ്സ്? ഓക്കെ, ഇതിൽ കോൾ ആണോ, പെട്രോളിയം ആണോ, സോളാർ എനർജി ആണോ, നാച്ചുറൽ റിസോഴ്സ് ആണോ? ഇതിലേതാണ് റിന്യൂവബിൾ റിസോഴ്സ്? റിന്യൂ ചെയ്ത് വരുന്ന റിസോഴ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ആൻസർ കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ സി എന്നാണ്. യെസ്, അത് കറക്റ്റ് ആണ്, ആരും പേടിക്കേണ്ട, ഇതിൽ തെറ്റിത്തരൊന്നുമില്ല. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, നിങ്ങൾ എപ്പോഴും ഒരുപാട് സോഴ്സസ് നിന്ന് ഒരുപാട് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്നാണെങ്കിലും ബുക്സ് നിന്നാണെങ്കിലും നമ്മൾ യെസ് ചില കീ അല്ലെ ആൻസർ കീയിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തെറ്റ് ആൻസർ പഠിച്ചു വെക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ആൻസർ കീ മാത്രമല്ലാതെ നമ്മൾ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ വേറെ റിസോഴ്സ് എടുത്ത് നോക്കാം, വേറെ സോഴ്സ് എടുത്ത് നോക്കിയിട്ട് യെസ് അതിൻ്റെ ആൻസർ കറക്റ്റ് ആണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, യെസ് ഇത്തരത്തിലുള്ള MCQസിൻ്റെ ആൻസേഴ്സ് പഠിക്കാൻ പാടുള്ളൂ. നമുക്ക് ഓൾറെഡി നമ്മുടെ ചാപ്റ്ററിലുണ്ട്, NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ വേറെ റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യെസ് ഓപ്ഷൻ സി ആണ്, സോളാർ എനർജി ആണ്. റെഡി അല്ലേ? യെസ്. ആൻഡ് അടുത്തത്, which one of the following is not an example of hydraulic structure in ancient India? ഇതിലേതാണ്? യെസ്, ദാമോദർ വാലി പ്രൊജക്റ്റ് ആണ്. ഓക്കെ, ആൻഷ്യൻ ഇന്ത്യയിലെ ബാക്കിയെല്ലാം അല്ലെ, ഭോപ്പാൽ ലേക്ക് ആയിക്കോട്ടെ, ലേക്ക് ഹൗസ് ഖാസ് ആയിക്കോട്ടെ, എല്ലാം യെസ് കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ലേക്ക്, ഇതൊക്കെ മുന്നേ ഉണ്ടായിരുന്നു. ഇതിൽ ദാമോദർ വാലി പ്രൊജക്റ്റ് ആണ് റീസെന്റ് ആയിട്ട് വന്നത്. ഓക്കെ, മോഡേൺ ടൈംസിൽ വന്നത്. ഓക്കെ, ഇത് വാട്ടർ റിസോഴ്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത MCQ നോക്കിയോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് രാജസ്ഥാൻ? ഏതാണ്? ഇതിലേതാണ്? ഖാദിൻസ് ആണോ, ടാങ്ക്സ് ആണോ, പോൺസ് ആണോ? ഇതിലെല്ലാം വരും അല്ലേ, ഓൾ ഓഫ് ദി അബോവ് ആണ്. ഓക്കെ, എല്ലാ ഓപ്ഷനും എന്താണ്, കറക്റ്റ് ആണ്. അപ്പം നമുക്ക് പറയാം ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എൻ ആർഗ്യുമെന്റ് ഇൻ ഫേവർ ഓഫ് മൾട്ടി പർപ്പസ് റിവർ പ്രോജക്റ്റ്? ഓക്കെ, ഇതിൽ ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇതിൽ ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് മൾട്ടിപർപ്പസ് പ്രോജക്ട് ബ്രിങ് വാട്ടർ ടു ഏരിയാസ് ദാറ്റ് സഫർ വാട്ടർ ഫ്രം വാട്ടർ സ്കേഴ്സിറ്റി. ഓപ്ഷൻ ബി മൾട്ടിപർപ്പസ് പ്രോജക്ട് ഹെൽപ്പ് ടു കൺട്രോൾ ഫ്ലഡ് ബൈ റെഗുലേറ്റിംഗ് വാട്ടർ ഫ്ലോ. ദെൻ ഓപ്ഷൻ സി മൾട്ടിപർപ്പസ് പ്രോജക്ട് ലെഡ് ടു ലാർജ് സ്കെയിൽ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ലോസ് ഓഫ് ലൈവ്ലിഹുഡ്. ദെൻ ഓപ്ഷൻ ഡി മൾട്ടിപർപ്പസ് പ്രോജക്ട് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് ഹോംസ്. ഇതിൽ ഏതാണ് ഓപ്ഷൻ? ഏത് ഓപ്ഷനാണ് കറക്റ്റ്? യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇൻ രാജസ്ഥാൻ? യെസ്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു വർഷം ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അടുത്ത വർഷം വേറൊരു സെറ്റിലൊക്കെ നമുക്കറിയാം 6 സെറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 2020 അല്ലെങ്കിൽ 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെ എന്ത് ചെയ്യാം, MCQs എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാം അല്ലേ. ഓരോ സെറ്റ് എടുത്ത് നോക്കിയാൽ സിമിലർ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം എല്ലാം യെസ് എല്ലാം രാജസ്ഥാനിൽ നമ്മൾ യെസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഖാദിൻസ് ആണെങ്കിലും ടാങ്ക്സ് ആണെങ്കിലും പോൺസ് ആണെങ്കിലും. സോ വി ക്യാൻ സേ ഓപ്ഷൻ ഡി ഈസ് എ കറക്റ്റ് ആൻസർ, ദാറ്റ് ഇസ് ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ, യെസ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ? ഗ്ലേഷ്യേഴ്സ്,
and ice sheets. Groundwater, surface runoff, oceans. ഏതാണ് ഓഷ്യൻസ്? ഒബിയസ്ലി ഓഷ്യൻസ് ആണ്. ഓപ്ഷൻ ഡി ആണ്, ഓഷ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇസ് എ ടെക്നിക് ടു റീചാർജ്. എന്ത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ലേക്ക് ആണോ, റിവർ ആണോ, സീ ആണോ? ഒബിയസ്ലി ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക് ആണല്ലേ റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഇ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺട്രിബ്യൂട്ട്സ് അപ്രോക്സിമേറ്റ്ലി 20% ഓഫ് ദ ടോട്ടൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ഇൻ ഇന്ത്യ? ആരാണ്? സോളാർ പവർ ആണോ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണോ, ഇൻഡസ്ട്രീസ് ആണോ, ജിയോ തെർമൽ എനർജി ആണോ? ഒബിയസ്ലി നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ്. ഓക്കെ, ഇവിടെ ഇപ്പം ആൻസർ തന്നുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ഇത് കാണുമ്പോഴത്തേക്ക് തെറ്റിക്കരുത്. ഏതാണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ്. ഓക്കെ, സോളാർ പവർ അല്ല, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ്. ഓക്കെ, യെസ്, സോളാർ പവർ എന്ന് പറയുന്നത് 50% എന്തോ ആണ്, 22% എന്ന് പറയുന്നത് യെസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ആണ്. ഓക്കെ, അടുത്തത്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് കംസ് അണ്ടർ എ പ്രൈമറി സെക്ടർ? യെസ്, മൈനിങ് ആണ്. ഓക്കെ, മൈനിങ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following is the main result of increasing irrigation facilities in the field of agriculture? ഓക്കെ, അതായത് യെസ് ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ ബിയിൽ പറയുന്നുണ്ട് ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ സിയിൽ പറയുന്നുണ്ട് ചേഞ്ച് ഇൻ ക്രോപ്പിംഗ് പാറ്റേൺ ആണെന്ന് പറയുന്നുണ്ട്, ദെൻ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് പ്രൊമോട്ട് ഹൈ ഈൽഡിംഗ് ക്രോപ്സ് ആണെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, ചേഞ്ച് ഇൻ ക്രോപ്പിംഗ് പാറ്റേൺ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. റെഡി ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മേജർ കോസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ ഇൻ ഇന്ത്യ? ഓക്കെ, അർബനൈസേഷൻ ആണോ, ഇൻഡസ്ട്രിയലൈസേഷൻ ആണോ, അഗ്രികൾച്ചർ എക്സ്പാൻഷൻ ആണോ, അല്ലെങ്കിൽ എല്ലാ റീസൺ ആയിട്ട് വരുന്നുണ്ടോ? ഓപ്ഷൻ എയും ബിയും സിയും റീസൺ ആയിട്ട് വരുന്നുണ്ടോ? എല്ലാം റീസൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് പോലെ ഓൾ ഓഫ് ദി എബോവ് ആണ്. എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫോറസ്റ്റേഷന് റീസൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പീഷീസ് ഇസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ഇൻ ഇന്ത്യ? ഇതിലേതാണ്? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഏഷ്യാറ്റിക് ലയൺ ആണ്. ഏഷ്യാറ്റിക് ലയൺ ആണ്. ഓക്കെ, സോ യെസ്, നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ എ ആണ്, ഏഷ്യാറ്റിക് ലയൺ ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രീസ് ഇസ് കോമൺലി ഫൗണ്ട് ഇൻ ട്രോപ്പിക്കൽ ഫോറസ്റ്റ്? ഏതാണ്? തേക്കാണ്. ഓക്കെ, ടീക്കാണ്. പൈനല്ല, ഓക്കല്ല, എന്താണ്? തേക്കാണ്. ഓക്കെ, ആപ്പിളും അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. Which of the following is a result of forest degradation? Okay, increase in biodiversity എന്ന് പറയുന്നുണ്ട്, loss of habitat for wildlife എന്ന് പറയുന്നുണ്ട്, then increase in soil fertility എന്ന് പറയുന്നുണ്ട്, then അടുത്തത് increase in carbon sequestration എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാണ്? യെസ്, ഒബിയസ്ലി ഓപ്ഷൻ ബി ആണ്, ലോസ് ഓഫ് ഹാബിറ്റേറ്റ് ഫോർ വൈൽഡ് ലൈഫ് ആണ്. ഓക്കെ മക്കളെ, നിങ്ങൾ ആലോചിക്കുക, 2024 ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. ഇവിടെ എല്ലാ ക്വസ്റ്റൻ്റെ അടുത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഇയർ എന്ത് ചെയ്യുന്നുണ്ട്? സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, 2023-ലും 2024-ലും, അതായത് റീസെൻറ്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. സോ അതിൻ്റെ റെലവൻസ് നിങ്ങൾ മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജോഗ്രഫിയിൽ ഏകദേശം MCQ എന്തായാലും എന്ത് ചെയ്യും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഉറപ്പാണ്. ഇത് ഞങ്ങൾ തരുന്ന പ്രോമിസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫോറസ്റ്റ് എക്കോസിസ്റ്റം? ഓക്കെ, പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നുണ്ട്, ദെൻ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നുണ്ട്, ഗ്രേസിങ് ആനിമൽസ് എന്ന് പറയുന്നുണ്ട്, നോൺ ലിവിങ് കോമ്പോണൻസ് എന്ന് പറയുന്നുണ്ട്. ഒബിയസ്ലി ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഓപ്ഷൻ സി ആണ്, ഗ്രേസിങ് ആനിമൽസ് ആണ്. ഓക്കെ, യെസ്, റെഡി ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, വാട്ട് ഈസ് ദ പ്രൈമറി റീസൺ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ടൈഗേഴ്സ് ഇൻ ഇന്ത്യ? ഓക്കെ, യെസ്, അതായത് നമ്മൾ ഇന്ത്യയിലെ ടൈഗേഴ്സിൻ്റെ പോപ്പുലേഷൻ കുറയാൻ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. യെസ്, ഓപ്ഷൻ എയിൽ പറയുന്നത് ഹാബിറ്റേറ്റ് ലോസ് ആണെന്ന് പറയുന്നുണ്ട്, പിന്നെ ഓപ്ഷൻ ബിയിൽ പറയുന്നത് അല്ല ഹണ്ടിങ് ആണെന്ന് പറയുന്നുണ്ട്, ഓപ്ഷൻ സിയിൽ യെസ് പോച്ചിങ് ആണെന്ന് പറയുന്നുണ്ട്. എല്ലാം റീസൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. യെസ്, ഹാബിറ്റേറ്റ് ലോസും ഹണ്ടിങ്ങും പോച്ചിങ്ങും എല്ലാം എന്തിന് റീസൺ ആയിട്ട് വരുന്നുണ്ട്? ഇവരുടെ കൗണ്ട് കുറയാനുള്ള റീസൺ ആയിട്ട് മാറുന്നുണ്ട്. സോ നമുക്ക് പറയാം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ് ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വിച്ച് നാഷണൽ പാർക്ക് ഇസ് നോൺ ഫോർ ഇറ്റ്സ് പോപ്പുലേഷൻ ഓഫ് വൺ ഹോൺഡ് റൈനോസേഴ്സ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ്. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്, എവിടെയാണ്? കാസിരംഗയിലാണ്. ഓക്കെ, ജിം കോർബറ്റ് അല്ല, സുന്ദർബൻസ് അല്ല, ഗിർ അല്ല, എവിടെയാണ്? കാസിരംഗ. ഓക്കെ, റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രോപ്പ് ഇസ് ഗ്രോൺ ഇൻ ദ സെയ്ദ് സീസൺ ഇൻ ഇന്ത്യ? ഏതായിരുന്നു? വീറ്റ് ആണോ, മാംഗോ ആണോ, ഷുഗർ കെയിൻ ആണോ, റൈസ് ആണോ? യെസ്, ഒബിയസ്ലി മാംഗോ ആണ് അല്ലേ. യെസ്, മാംഗോ ആണ് നമ്മൾ സെയ്ദ് സീസണിൽ മെയിനായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് കൾട്ടിവേറ്റ് ചെയ്യാൻ നമുക്കറിയാം. സോ ഒബിയസ്ലി ഇതിൽ മാംഗോ ആണ്. ഓക്കെ, മാംഗോ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രോപ്പ് ഗ്രോൺ ഇൻ ഇന്ത്യ ഫോർ ഫുഡ് സെക്യൂരിറ്റി?
ഏതാണ്? റൈസ് ആണോ, വീറ്റ് ആണോ, പൾസസ് ആണോ, മെയ്സ് ആണോ? റൈസ് ആണ് അല്ലേ. നമ്മളാണല്ലേ മേജർ പ്രൊഡ്യൂസർ ഓഫ് റൈസ് എന്ന് പറയുന്നത്. സോ റൈസ് തന്നെയാണ്. ഓപ്ഷൻ എ റൈസ് തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റീജിയൻസ് ഇസ് നോൺ ഫോർ ബ്ലാക്ക് സോയിൽ ദാറ്റ് ഇസ് ഐഡിയൽ ഫോർ ഗ്രോയിങ് കോട്ടൺ? എവിടെയായിരുന്നു? യെസ്, സെൻട്രൽ ഏരിയ ഓഫ് ഗുജറാത്ത് ആണോ, ഡെക്കൻ പ്ലാറ്റോ ആണോ, ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിൻ ആണോ, ഹിമാലയൻ ഫുട് ഹിൽസ് ആണോ? എവിടെയായിരുന്നു? യെസ്, ഡെക്കൻ പ്ലാറ്റോ റീജിയനിലാണല്ലേ നമുക്ക് കൂടുതലായിട്ടും എന്ത് കാണാൻ പറ്റുന്നത്? യെസ്, കോട്ടൺ സോയിൽ അല്ലെങ്കിൽ കോട്ടൺ കൾട്ടിവേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലാക്ക് സോയിലിന് പ്രസൻസ് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ്, ഡെക്കൻ പ്ലാറ്റോ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഫുഡ് ക്രോപ്പ്? ഓക്കെ, ഫുഡ് ക്രോപ്പ് അല്ലേ. ഇതിലേതാണ്? യെസ്, ടങ് സ്ലിപ്പാണ്. അയ്യോ, എൻ്റെ സ്ലൈഡ് പോയി. യെസ്, വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇതിലേതാണ്? യെസ്, നമ്മൾ എന്തെന്ന് ഫുഡ് ക്രോപ്പായിട്ട് അല്ലേ, ഇതിലേതാണ് ഫുഡ് ക്രോപ്പ് എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഏതാണ്? റൈസ് ആണ്. കാരണം ജൂട്ട് നമ്മൾ ക്ലോത്ത് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കോട്ടണും അല്ല. കോഫി എന്ന് പറയുന്നത് ബീവറേജ് ക്രോപ്പാണ്. സോ റൈസ് ആണ് ഫുഡ് ക്രോപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് crop is grown in the rabi season? റാബി സീസണിൽ ഗ്രോ ചെയ്യുന്ന ക്രോപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കോട്ടൺ ആണോ, മീസ് ആണോ, വീറ്റ് ആണോ, റൈസ് ആണോ? നമുക്കറിയാം വീറ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വീറ്റ് ആണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഇസ് ദ ഹയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ ഇൻ ഇന്ത്യ? ആരാണ്? ആസാം ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായി. ഓക്കെ, ടീ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നിങ്ങളുടെ മൈൻഡിൽ എന്ത് വരണം? ആസാം എന്ന് ഓർമ്മ വരണം. ഓക്കെ, ആസാം ആണ് ടീൻ്റെ മേജർ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. മറന്നു പോകില്ലല്ലോ ഇനി. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. യെസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാഷ് ക്രോപ്പ്? ഇതിലേതാണ് ക്യാഷ് ക്രോപ്പ്? ഓക്കെ, വീറ്റ് ആണോ, റൈസ് ആണോ, കോട്ടൺ ആണോ, ബാർലി ആണോ? ഒബിയസ്ലി എന്താണ്? കോട്ടൺ ആണ് ക്യാഷ് ക്രോപ്പ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യെസ്, ഇൻ ദിസ് റീജിയൻ ഇസ് റൈസ് പ്രീഡോമിനൻ്റ്ലി ഗ്രോൺ ഇൻ ഇന്ത്യ? ഏത് റീജിയനിലാണ്? ഈസ്റ്റേൺ ഇന്ത്യയിലാണ്. ഓക്കെ, ഈസ്റ്റേൺ ഇന്ത്യയിലാണ്. ഓക്കെ, യെസ്, സദേൺ ഇന്ത്യ അല്ല, ഈസ്റ്റേൺ ഇന്ത്യയാണ്. ഓക്കെ, എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് യൂസ് ബോക്സൈറ്റ് ആസ് റോ മെറ്റീരിയൽ? ഏത് ഇൻഡസ്ട്രിയാണ്? നമുക്കറിയാം. യെസ്, അലൂമിനിയം ഇൻഡസ്ട്രി ആണ് അല്ലേ. നമ്മൾ മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സിൽ പഠിച്ചിട്ടുണ്ടായി ആൻഡ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണിത്. ബട്ട് സ്റ്റിൽ മിനറൽസ് ആൻഡ് എനർജി റിസോഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായി എന്തിനാണ് അലൂമിനിയം ഉണ്ടാക്കുന്നത്? ബോക്സൈറ്റ് എന്നാണല്ലേ. യെസ്, സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ആൻസർ അല്ലേ, 2 ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബിയിൽ കൊണ്ടുപോയി കുത്തണം. എന്താണ്? അലൂമിനിയം സ്മെൽറ്റിംഗ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രി? ഇതിലേതാണ് പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? നമ്മൾ എക്കണോമിക്സിലും പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേതാണ് പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്? ടിസ്കോ ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ യെസ്, ജോഗ്രഫിയിൽ ഓക്കെ നമുക്ക് സാധാരണ 7th ചാപ്റ്റർ എന്ന് പറയുന്നത് ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കണോമിയാണ്. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ബാക്കിയുള്ള 6 ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ പോകുന്ന മാപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. സോ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മൾ ഹിസ്റ്ററിയുടെ മാപ്പ് ക്വസ്റ്റ്യൻ MCQs നമ്മൾ സെറ്റാക്കി അല്ലേ. ദെൻ ജോഗ്രഫിയുടെ അത് നമുക്ക് ടൈം കിട്ടിയില്ല. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ MCQs അല്ലേ, 6 ചാപ്റ്ററിലെയും എല്ലാ MCQs നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് വിത്ത് ആൻസേഴ്സ് അല്ലേ. സോ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ഇത് കണ്ട് നന്നായിട്ട് പഠിക്കുക. സോ ബോർഡ് എക്സാമിന് ജോഗ്രഫിയിൽ ഒരു MCQ വന്നു കഴിഞ്ഞ് നിങ്ങൾ അടിപൊളിയാക്കും, തകർക്കും എന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സോ മക്കളെ ഓൾ ദി ബെസ്റ്റ്. നല്ല ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് എക്സാം എഴുതട്ടോ. ഒട്ടും ടെൻഷൻ ഇല്ലാതെ നല്ല കാമായിട്ട് കൂളായിട്ട് ഹാപ്പി ആയിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.